ഗാഢമായ ചില പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു ശാസ്ത്രജ്ഞനായ വില്യം റോൺജൻ. കാഥോഡ് റേ ട്യൂബുകളിൽ കാഥോഡ് രശ്മികളുടെ സവിശേഷതകളെക്കുറിച്ച് അറിയുക എന്നതാണ് ലക്ഷ്യം. കാഥോഡ് രശ്മികളുടെ പ്രവാഹം നിയന്ത്രിക്കുന്ന വാക്വം ട്യൂബുകളാണ് കാഥോഡ് റേ ട്യൂബുകൾ. ഇവയിലൂടെ അതിശക്തമായ വൈദ്യുത പ്രവാഹം കടത്തിവിടുമ്പോൾ കാഥോഡ് രശ്മികൾ എന്ന് വിളിക്കപ്പെടുന്ന ഇലക്ട്രോൺ പ്രവാഹമുണ്ടാകുന്നു. ഈ ഒരു പരീക്ഷണം അദ്ദേഹം തുടരെ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. പെട്ടെന്നാണ് അദ്ദേഹം ആ ഫ്ലൂറസെന്റ് സ്ക്രീൻ ശ്രദ്ധിച്ചത്. അവ വിചിത്രമായി തിളങ്ങിക്കൊണ്ടേയിരുന്നു. എന്തുകൊണ്ടാണിവ ഇപ്പോൾ ഇങ്ങനെ തിളങ്ങുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. സൂക്ഷ്മമായി അദ്ദേഹം അത് നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് റോൺജന് ആ അത്ഭുതം മനസ്സിലായത്. മുൻപിൽ പല തടസ്സങ്ങളുണ്ടായിരുന്നിട്ടും കാഥോഡ് രശ്മികൾ അവയെല്ലാം മറികടന്ന് തൊട്ടടുത്തിരിക്കുന്ന ആ ഫ്ലൂറസെന്റ് സ്ക്രീനിൽ പോയി തട്ടുന്നു. ഇതിനു കാരണം അതാര്യ വസ്തുക്കളെ തുളച്ചു കയറുവാൻ കഴിവുള്ള ചില വികിരണങ്ങളായിരിക്കാം. പെട്ടെന്ന് തന്നെയാണ് റോൺജന് ആ വിചിത്ര ആശയം തോന്നിയത്. ഉടൻ തന്നെ തന്റെ ഭാര്യയെ അദ്ദേഹം വിളിച്ചു. ശേഷം ഭാര്യയുടെ കയ്യിലൂടെ ഈ രശ്മികൾ കടത്തിവിട്ടു നോക്കി. ഒരു നിമിഷത്തേക്ക് റോൺജന് തന്റെ മുന്നിലെ യാഥാർത്ഥ്യത്തെ വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. തന്റെ ഭാര്യയുടെ കയ്യിലെ ചർമ്മത്തിനകത്തെ അസ്ഥിയുടെ ഘടന തന്റെ മുന്നിൽ വ്യക്തമായി കാണുന്നു. തന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഒരിക്കലും കാണുവാൻ കഴിയാത്ത സംഭവം തനിക്കിപ്പോൾ കാണാൻ കഴിയുന്നു. താൻ കണ്ടെത്തിയ ഈ അത്ഭുതത്തിന് ഒരു പേര് നൽകണമെന്ന് അദ്ദേഹത്തിന് തോന്നി. പക്ഷേ എങ്ങനെ അത് നൽകും? കാരണം ഈ വികിരണങ്ങളെക്കുറിച്ച് കൃത്യമായ ഒന്നും തന്നെ അദ്ദേഹത്തിന് അറിയില്ല. അറിയാത്ത വികിരണത്തിന് എന്ത് പേരാണ് നൽകുക? അങ്ങനെ ആ ഒരു ആലോചനയിൽ റോൺജൻ മുഴുകി. അദ്ദേഹത്തെ വളരെയധികം കുഴപ്പിക്കുന്ന ഒരു ആലോചനയായിരുന്നു അത്. എത്ര ആലോചിച്ചിട്ടും അറിയാത്ത വികിരണത്തിന് ഒരു പേരിടുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അങ്ങനെ ഒരു വഴിയുമില്ലാതെ വന്നപ്പോൾ അദ്ദേഹം അത് തീരുമാനിച്ചു. അറിയാത്ത മൂല്യത്തിന് ഗണിതശാസ്ത്രം എങ്ങനെയാണോ പേരിടുന്നത്, അതേ രീതിയിൽ തന്നെ നമുക്കുമിടാം. അതുവരെ ആന്തരിക അവയവങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഡോക്ടർമാർ മനസ്സിലാക്കിയിരുന്നത് ശരീര അവയവങ്ങൾ പരിശോധിച്ചോ ഹൃദയസ്പന്ദനം, കണ്ണ്, മൂക്ക്, വായ എന്നിവയിലെ മാറ്റങ്ങൾ നിരീക്ഷിച്ചോ ആയിരുന്നു. എന്നാൽ എക്സ്റേ മെഷീനിന്റെ വരവ് ഡോക്ടർമാരെ കൂടുതൽ കൃത്യതയോടെ ആന്തരിക അവയവങ്ങളെ നിരീക്ഷിക്കുവാൻ പ്രാപ്തരാക്കി. മാത്രവുമല്ല, ശാസ്ത്ര ഗവേഷണത്തിന്റെ പാതയിലും ഇവ വലിയൊരു വിപ്ലവം സൃഷ്ടിച്ചു. ആറ്റങ്ങൾ, തന്മാത്രകൾ, ക്രിസ്റ്റലുകൾ എന്നിവയുടെ ഘടന പഠിക്കുന്നതിന് എക്സ്റേ വളരെയധികം സഹായിച്ചു. എന്നാൽ അധികം വൈകാതെ അവരത് ശ്രദ്ധിക്കുവാൻ തുടങ്ങി. നിരന്തരമായി എക്സ്റേ സ്കാനിങ്ങിന് വിധേയമാക്കിയ രോഗികളിലും എക്സ്റേ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്ന ആരോഗ്യ വിദഗ്ധരിലും ചില പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു. മുടികൊഴിച്ചിൽ, ചർമ്മത്തിന് പൊള്ളൽ തുടങ്ങിയവയാണവ. തുടക്കത്തിൽ ഇത്തരം 1-2 റിപ്പോർട്ടുകളായിരുന്നെങ്കിൽ പതിയെ 100 കണക്കിന് റിപ്പോർട്ടുകൾ ജർമ്മനിയിലെ വിവിധ ഡോക്ടർമാരിൽ നിന്നും വാർത്താ മാധ്യമങ്ങളിൽ നിന്നും ഗവേഷകർക്ക് ലഭിക്കുവാൻ തുടങ്ങി. അങ്ങനെ അവർ അതിന്റെ വേര് തേടി യാത്രയാരംഭിച്ചു. ഇത്തരം പാർശ്വഫലങ്ങൾ ഉണ്ടാകണമെങ്കിൽ അതിനു പിന്നിൽ ഒരൊറ്റ കാരണക്കാരനെ ഉണ്ടാകുവാൻ സാധ്യതയുള്ളൂ എന്ന് അവർ വിലയിരുത്തി. അനേക ദിവസത്തെ പരീക്ഷണ നിരീക്ഷണങ്ങൾക്കൊടുവിൽ അവർ ആ കാരണക്കാരനെ കണ്ടെത്തി: റേഡിയേഷൻ. എക്സ്റേ മെഷീനിലെ പ്രധാന ഘടകമാണ് റേഡിയേഷൻ. ശരീരത്തിലൂടെ നിയന്ത്രിതമായ അളവിൽ അയോണൈസിംഗ് റേഡിയേഷൻ കടത്തിവിട്ടാണ് എക്സ്റേ മെഷീനുകൾ പ്രവർത്തിക്കുന്നത്. എക്സ്റേ എടുക്കുന്ന സമയത്തെ ഈ റേഡിയേഷനാണ് രോഗികളിലെയും ഡോക്ടർമാരിലെയും മുടികൊഴിച്ചിലിനും പൊള്ളലിനും കാരണം. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ ഈ മെഷീനുകൾ വേണ്ട എന്ന് വെക്കുവാൻ സാധിക്കുമായിരുന്നില്ല. കാരണം ഈ സമയം കൊണ്ട് തന്നെ ഈ മെഷീനുകൾ ആഗോളതലത്തിൽ തന്നെ അതിന്റെ വേരുകൾ ആഴ്ത്തിയിരുന്നു. ഇതൊരു സുപ്രഭാതത്തിൽ ഇല്ലാതാകുന്നത് മറ്റപകടങ്ങൾക്കും വഴിവെക്കുമെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ ഈ പ്രശ്നം എങ്ങനെ മറികടക്കും? വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ ദൂഷ്യവശങ്ങൾ മറികടക്കുവാൻ വിവിധ രാജ്യങ്ങളിലെ ഗവേഷകർ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ടുവെച്ചു. ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും എക്സ്റേ സ്കാനിംഗ് വിധേയരാക്കപ്പെടുന്ന രോഗികൾക്കും പ്രത്യേക വസ്ത്രങ്ങൾ നൽകുക, ഉപയോഗിക്കാവുന്ന റേഡിയേഷന്റെ അളവിന് പരിധി കൽപ്പിക്കുക, കൂടാതെ ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർക്ക് പ്രത്യേകം പരിശീലനം നൽകുക.
ഇങ്ങനെ പരിശീലനം ലഭിക്കുന്ന ഡോക്ടർമാർ പിന്നീട് റേഡിയോളജിസ്റ്റുകൾ എന്നറിയപ്പെട്ടു. ഇത് റേഡിയേഷൻ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ പരിഹരിച്ചെങ്കിലും പരമ്പരാഗത എക്സ്റേ മെഷീനിന് മറ്റ് പോരായ്മകളുണ്ടായിരുന്നു. അതിൽ ഏറ്റവും വലിയ പോരായ്മ 2D ദൃശ്യങ്ങൾ മാത്രമേ ഇവയിൽ നിന്നും ലഭ്യമാകൂ എന്നായിരുന്നു. ഇത് രോഗനിർണയം ചെറിയ രീതിയിലാണെങ്കിൽ പോലും ദുഷ്കരമായിരുന്നു. ത്രിമാന ദൃശ്യങ്ങൾ കിട്ടുകയാണെങ്കിൽ കൂടുതൽ കാര്യക്ഷമമായി റേഡിയോളജിസ്റ്റുകൾക്ക് രോഗനിർണയം നടത്തുവാൻ സാധിക്കും. ഈ ചിന്ത ദക്ഷിണാഫ്രിക്കൻ വംശജനായ ബ്രിട്ടീഷ് എഞ്ചിനീയർ ഗോഡ്ഫ്രേ ഹൗസ്ഫീൽഡിന്റെ മനസ്സിലേക്കുമെത്തി. ഗോഡ്ഫ്രേ ഉടൻ തന്നെ തന്റെ സുഹൃത്തായ അലൻ ക്ലാർക്കുമായി ബന്ധപ്പെട്ടു. തുടർന്ന് അലൻ ഗോഡ്ഫ്രേ റിസർച്ച് നടത്തിയിരുന്ന UK-യിലെ സെൻട്രൽ റിസർച്ച് ലബോറട്ടറീസ് ഓഫ് ഇലക്ട്രിക് ആൻഡ് മ്യൂസിക്കൽ ഇൻഡസ്ട്രീസ് സന്ദർശിക്കുകയും ഇരുവരും അടങ്ങുന്ന വിവിധ ഗവേഷകരുടെ വലിയ ഒരു ടീം ഉണ്ടാക്കുകയും ചെയ്തു. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി പ്രൊഫസർ ബ്ലോഷും ഹാർവേഡ് യൂണിവേഴ്സിറ്റി പ്രൊഫസറായിരുന്ന പെർസെല്ലും ചേർന്ന് ആറ്റത്തിന്റെ ന്യൂക്ലിയസ് എന്ന ഭാഗത്തിന്റെ കാന്തിക സവിശേഷതകളെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ന്യൂക്ലിയസിന്റെ ഒരു സാമ്പിൾ ശക്തമായ കാന്തിക മണ്ഡലത്തിൽ സ്ഥാപിച്ച ശേഷം ഒരു പ്രത്യേകതരം വൈദ്യുത കാന്തിക വികിരണത്തിന് വിധേയമാക്കിയപ്പോൾ രാസപരിസ്ഥിതിക്ക് വിധേയമായി ഈ ന്യൂക്ലിയസ് ഒരു പ്രത്യേക ഊർജം പുറപ്പെടുവിക്കുന്നതായി അവർ കണ്ടെത്തി. ഇരുവരും ഈ പ്രതിഭാസത്തിന് ഒരു പേര് നൽകി: ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ്. അങ്ങനെ 1960 തുടക്കത്തിൽ ആരംഭിച്ച ഗോഡ്ഫ്രേയുടെ പരിശീലനം ഫലം കണ്ടു. 1970 ആ പുതിയ ഉപകരണത്തിന്റെ നിർമ്മാണം അയാളും സംഘവും പൂർത്തിയാക്കി. എക്സ്റേ മെഷീനുകൾ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇവ. എന്നാൽ ഇവ പ്രവർത്തിക്കുന്നത് കുറച്ച് വ്യത്യസ്തമായാണ്. ശരീരഭാഗത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും മെഷീൻ ഒന്നിലധികം എക്സ്റേ ഇമേജുകൾ ആദ്യമെടുക്കും. ശേഷം സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ അവ 3D ഇമേജിലേക്ക് മാറ്റും. ഗോഡ്ഫ്രേ തന്റെ ആ മെഷീനിനെ കമ്പ്യൂട്ടറൈസ്ഡ് ടോമോഗ്രഫി സ്കാനർ എന്ന് വിളിച്ചു, അഥവാ CT സ്കാനർ. കൃത്യമായ വിവരങ്ങൾ ത്രിമാന രൂപത്തിൽ കമ്പ്യൂട്ടർ സഹായത്തോടെ ക്രോഡീകരിക്കുവാൻ ഇതിന് സാധിച്ചു. കൂടാതെ പരമ്പരാഗത സ്കാനറുകളേക്കാൾ കുറച്ച് റേഡിയേഷൻ മാത്രമായിരുന്നു ഇത് പുറപ്പെടുവിച്ചിരുന്നത്. ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് എന്ന പ്രതിഭാസത്തിൽ ഗവേഷണം നടത്തുകയായിരുന്നു പ്രൊഫസറായിരുന്ന അമേരിക്കൻ ഗവേഷകൻ പോൾ ലോട്ടർബർ. മാഗ്നറ്റിക് ഫീൽഡുകളുടെ സഹായത്തോടെ അയോണൈസിംഗ് റേഡിയേഷനുമായി സമ്പർക്കത്തിൽ വരാതെ ശരീരത്തിന്റെ ചിത്രങ്ങൾ എടുക്കുവാൻ എങ്ങനെ സാധിക്കുമെന്നതാണ് അദ്ദേഹത്തിന്റെ പരീക്ഷണം. അങ്ങനെ 1977 ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് ഉപയോഗിച്ച് ശരീരകോശങ്ങളിൽ നടത്തിയ പരീക്ഷണത്തിൽ നിന്നും വിപ്ലവകരമായ ആ കണ്ടുപിടുത്തമുണ്ടായി. യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂയോർക്കിലെ തന്നെ ഗവേഷകനായിരുന്ന റെയ്മണ്ട് ദമേദിയൻ അങ്ങനെ ആദ്യ ഉപകരണം വികസിപ്പിച്ചെടുത്തു. ഉപകരണത്തിന് ഒരു പേര് നൽകി: മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് അഥവാ MRI. അതൊരു വലിയ വിപ്ലവമായിരുന്നു. അത്രയധികം ക്വാളിറ്റിയുള്ള ആന്തരിക അവയവങ്ങളുടെ ചിത്രങ്ങൾ മനുഷ്യൻ ആദ്യമായി കണ്ടത് MRIയിലൂടെയാണ്. ഡോക്ടർമാർക്ക് കൃത്യമായ രോഗനിർണയം നടത്തുവാൻ അത് വലിയ തോതിൽ സഹായിച്ചു. മറ്റ് ഇമേജിംഗ് ടെക്നിക്കുകൾ ഉപയോഗിച്ച് കണ്ടെത്താൻ കഴിയാത്ത ശരീരത്തിലെ സൂക്ഷ്മ മാറ്റങ്ങൾ MRI സ്കാനുകൾക്ക് കണ്ടുപിടിക്കുവാൻ കഴിയും. തലച്ചോറിനെ കൂടുതൽ അറിയുവാൻ നമുക്ക് കഴിഞ്ഞത് MRI സ്കാനുകളുടെ വരവോടുകൂടിയാണ്. ഇന്ന് നടക്കുന്ന തലച്ചോറിനെ സംബന്ധിച്ച ഗവേഷണങ്ങളിലെ അവിഭാജ്യ ഘടകമാണ് MRI. ചുരുക്കി പറഞ്ഞാൽ MRI സ്കാനുകൾ അവിശ്വസനീയമാം വിധം ശക്തവും വൈവിധ്യവുമാണ്. വൈദ്യശാസ്ത്ര രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച ഒന്നാണ് ഈ മെഡിക്കൽ ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തം. ഈ സാങ്കേതിക വിദ്യകൾ അത്ഭുതകരമായ കൃത്യതയോടെ രോഗങ്ങൾ നിർണയിക്കുവാൻ ഡോക്ടർമാരെ സഹായിക്കുന്നു. പക്ഷേ എങ്ങനെയായിരിക്കും ഇവയുടെയെല്ലാം ഭാവി? ഭാവിയിലേക്ക് പോകുന്തോറും ഈ ഉപകരണങ്ങളുടെ പരിണാമം മനുഷ്യരുടെ ജീവിതത്തിൽ അവിശ്വസനീയമായ ഒരു മാറ്റമായിരിക്കും ഉണ്ടാക്കുവാൻ പോകുന്നത്. ഏതൊരു രോഗത്തിനെയും ആദ്യഘട്ടത്തിൽ തന്നെ കണ്ടെത്തി പ്രതിവിധി നൽകുവാൻ ആ സമയത്ത് നമുക്ക് കഴിഞ്ഞാലോ? ഇന്ന് നമ്മുടെ മുന്നിലുള്ള എല്ലാ പരിമിതികളെയും ചിലപ്പോൾ അന്ന് നാം പരിഹരിച്ചാലോ? അങ്ങനെ പതിയെ പതിയെ ഭൂമിയിലെ മരണമില്ലാത്ത ഒരു മൃഗമായി മനുഷ്യൻ മാറിയാലോ?
അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം.